BJP നേതാവ് ശ്രീ PC ജോർജ് തത്സമയം ജനൻ TV-യോടൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊപ്പം ചേരുകയാണ്. ശ്രീ PC ജോർജ്, എന്ത് തോന്നുന്നു ഈ നിമിഷം? മാത്രമല്ല, ഇന്നലെ അങ്ങയുടെ പ്രിയപ്പെട്ട ചാക്കോ ഈ പോരാട്ടത്തിലുടനീളം നയിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ്. ചാക്കോയുടെ വീടിന് നേരെയൊക്കെ ചില മുറവിളികളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. ശ്രീ PC ജോർജ്, ഷോൺ ജോർജിന്റെ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? അതെ അതെ. ചാക്കോ എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു പിടിക്കും. അങ്ങയുടെ പ്രിയപ്പെട്ട ചാക്കോ അല്ല, എന്റെ പ്രിയപ്പെട്ട ഷോൺ ജോർജ്. യെസ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് സങ്കടം എന്താണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അന്ത്യത്തിലേക്ക് അടുക്കുന്നു എന്ന് കാണുന്ന ദുഃഖമാണ്. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെപ്പാടെ ഇപ്പോൾ ഇന്ത്യയിലുള്ളത് ഈ കേരളത്തിലാണ്. ബാക്കിയെല്ലാം തീർന്നു. ത്രിപുര തീർന്നു, ബംഗാളിൽ തീർന്നു, എല്ലായിടത്തും തീർന്നിരിക്കുകയാണ്. ആ നിലയ്ക്ക് കേരളത്തിൽ ഇത് നിലനിൽക്കുന്ന കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തീരുന്നതോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ എന്ത് ചെയ്യാം, 10 വർഷത്തെ ഭരണം കൊണ്ട് പിണറായി വിജയൻ തീർക്കാവുന്ന തീർത്തു. ഒരുമാതിരി മാന്യന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഓടി അതിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രത്യേകിച്ച് BJP ഉൾപ്പെടെ പാർട്ടി ചേർന്ന് കഴിഞ്ഞു. അപ്പോഴാണ് ഇപ്പോ ഈ പ്രശ്നം ഉണ്ടായി. ഈ പ്രശ്നം ഷോൺ കൊടുത്ത പരാതി എന്ന് പറയുന്നത് 2018 കൊടുത്ത പരാതിയാണ്. ആ പരാതിയിൽ അന്വേഷണം വന്ന് ഹൈക്കോടതി വന്നു. ലവ്ലിംഗ് കേസ് പോലെ പിണറായി വിജയനായി, എക്സൈസ് കമ്പനിയായി, പിന്നെ നമ്മുടെ കർത്തായി, ഇവരെല്ലാം കൂടെ മാറി ഹൈക്കോടതി കൂടെ നടന്നു ഇത്ര നാൾ താമസിച്ച അവസാനം മിനിഞ്ഞാന്ന് ഹൈക്കോടതി ശക്തമായി ഉത്തരവിട്ടു. ഇത് കുറ്റകരമായ അഴിമതി ഇതിനകത്ത് കാണുന്നുണ്ട്, അതുകൊണ്ട് അന്വേഷിക്കാൻ EDക്ക് അനുവാദം കൊടുത്തിരിക്കുന്നു പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കേരളത്തിലെ 10 സ്ഥലത്ത് ഒരേ സമയത്ത് ED റെയ്ഡ് നടന്നത്. ആ റെയ്ഡ് നടത്തിയിട്ട് ഞാൻ ചോദിച്ചു, ഈ തിരുവനന്തപുരത്ത് മാത്രമാണ് ഇത്ര റൗഡിസം? എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ ദൈവം തമ്പുരാൻ ജയിക്കുന്നത് അറിയാവോ? ED ഉദ്യോഗസ്ഥന്മാരെ തല്ലുകയും EDയുടെ 2 കാറ് തകർക്കുകയും ED ഉദ്യോഗസ്ഥന്മാർ കൊലപാതകം നടത്താൻ കൊലപാതകം പറഞ്ഞപ്പോൾ അടിച്ചത് ബൾബ് വെച്ച് എറിഞ്ഞു, മനസ്സിലായില്ലേ? കുപ്പി വെച്ചെറിഞ്ഞു. എന്ന് വെച്ചാൽ ചില്ല് പൊട്ടിച്ചൊരു ചില്ലിന് ഇടയ്ക്കൂടെ കൈയിട്ട് കുത്തി. ചെയ്യാത്തൊന്നുമില്ല ED ഉദ്യോഗസ്ഥന്മാരെ. ഒരു വനിത ഉൾപ്പെടെയുള്ള ED ഉദ്യോഗസ്ഥന്മാർക്കിട്ടാണ് ഈ ആക്രമണം. ആരാ ചെയ്തത്? പിണറായിയുടെ അനുയായികൾ. പിണറായിയുടെ അനുയായികൾ എന്ന് ഞാൻ പറയാൻ കാണാനില്ല. ഞാൻ പിണറായി ഒരു പ്രസ്താവന നടത്തി. ED പോയി EDയുടെ പ്രസ്താവന, പിണറായി വിജയന്റെ പ്രസ്താവന എത്ര ക്രൂരമാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ സഹാക്കന്മാരുണ്ടെന്ന് കാണുന്ന സന്തോഷമുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായി പിണറായി അറിഞ്ഞുകൊണ്ടായി നടത്തിയെന്ന്. ഞാനോടത്തെ പിണറായി അറിയാതെ നമ്മുടെ MV ഗോവിന്ദനെ പോലെ മഠയന്മാർ ചെയ്തതാണെന്ന് ഞാൻ വിചാരിച്ചതല്ല. പിണറായിയോട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. എന്ത് വൃത്തികേടാ നടന്നത്. ഇതൊക്കെ ദൈവം ജയിക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം. കേരള പോലീസ് വേണ്ട ശക്തി കൊടുക്കുന്നില്ല. നമ്മുടെ രമേശ് ചെന്നിത്തല പോലും 100% ആത്മാർത്ഥത കാണിച്ചില്ല. ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കണമെന്ന് നിസാരമായി അത് ഉദ്യോഗസ്ഥന്മാരെ പോലീസുമാരെ കയറ്റിക്കൊണ്ടുവിട്ട പ്രശ്നം തീർന്നതിനെ ഉള്ളൂ, ചെയ്തില്ല. അങ്ങനെയുള്ള വൃത്തികേട് ചെയ്തൊക്കെ വൃത്തികേട് ജയിക്കുന്ന എന്താ? ദൈവം ജയിക്കുന്നതാണ്. ഇനി ചെയ്യാൻ പോകുന്ന എന്താ? സ്വാഭാവികമായി കേരളത്തിൽ വന്ന് അന്വേഷണം നടക്കാത്തതുകൊണ്ട് ഡൽഹിയിലേക്ക് പിണറായി വിജയനും പിണറായിന്റെ മകൾക്ക് ഉൾപ്പെടെ കർത്തായ്ക്ക് ഉൾപ്പെടെ വരാം എന്ന് പറയും, നോട്ടീസ് കൊടുക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ ഇവരവിടെ പോകേണ്ടി വരും. വന്നിട്ടേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തീഹാർ ജയിലിൽ വെച്ച് കാണാം. നമുക്ക് 3 എണ്ണത്തിനെ തീഹാർ ജയിലിൽ കിടക്കുന്ന കാണാനുള്ള ഭാഗ്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടും, കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടും, നിഷ്പക്ഷമതയുള്ള ജനങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാവും. എനിക്ക് ഒരു തർക്കവും ഇല്ല. പിണറായി വിജയനും ഭാര്യയും കർത്താവും ജയിലിൽ കിടക്കും. അതിന് ഒരു സംശയം വേണ്ട. ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് നിയമം ഇല്ല എന്ന് ഞാൻ കരുതും. എന്റെ മകൻ കേസ് നടത്തുകൊണ്ടല്ല, ഞാൻ ഇതിന് ആദ്യം മുതൽ ബന്ധപ്പെട്ട ഒരാളാണ്. എനിക്കെല്ലാം അറിയാം. പ്രത്യേകിച്ച് പിണറായി ചെയ്ത കാര്യം ഒരു ഒറ്റ ചെറിയ ഞാൻ ചോദിക്കട്ടെ, പിണറായിക്ക് ദൈവശിക്ഷ കിട്ടുകയല്ലേ? എന്നെ ഈ വീട്ടിൽ വന്ന് രാവിലെ 5 മണിക്ക് പോലീസ് പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യം തന്നെ? ഈ രാജ്യത്തോട്ട് വന്ന് തിരുവനന്തപുരം വരെ പ്രകടനമായിട്ട് കൊണ്ടുപോകേണ്ടത് 10-25 വണ്ടികൾ എന്തിനാ കൊണ്ടുപോയത്? അവിടെ ചെന്ന മൈസൂട്ടൊരു എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവരെ SFIയുടെ കൗൺസിലറായിരുന്നു. അങ്ങനെ ഞാൻ അവർക്കെതിരായിട്ട് പ്രസംഗിച്ചിട്ടുള്ളൂ. അത് മൈസൂട്ടാന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാനോടത്തെ മൈസൂട്ടിന്റെ ഭാര്യയാന്ന്. അവിടെ ചെന്നപ്പോഴാണ് മൈസൂട്ട് തന്നെയാണ് പറഞ്ഞത്. അവരുടെ സാറ് വീട്ടിൽ പോകണം ഇവിടെ വേറെ പണിയില്ലെന്ന് ഇപ്പോൾ പറഞ്ഞത്. ഏതാ കമ്മ്യൂണിസ്റ്റുകാരി. ആ കമ്മ്യൂണിസ്റ്റുകാരിയുടെ ഭർത്താവ് സഹോദരൻ മാവേലിക്കര മുനിസിപ്പാലിറ്റി CPMന്റെ ലീഡറാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ ഇന്ന് വരെ ആ സ്ത്രീയെ കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, മുന്നിട്ടുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്
കോടതിയുടെ ആ നിഷ്പക്ഷമായ തീരുമാനവും നീതിബോധവും എത്ര വലുതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ കാര്യം കൂടി ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ PC ജോർജ്, ഒറ്റ കാര്യം കൂടി. ആ ഡയറി കുറിപ്പിൽ ഒരുപാട് ഷോർട്ട് ഫോമുകൾ ഇനിയുമുണ്ട്. അതിൽ 2 പേർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ കൂടിയാണ്. അന്വേഷണം ആ ഘട്ടത്തിലേക്ക് കൂടി കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സംശയമില്ല, കടക്കുന്നേ പറ്റൂ. അതാണല്ലോ രമേശ് ചെന്നിത്തല ഒരു ഉരുണ്ട വർത്തമാനം പറഞ്ഞതിന് കാരണം അതാണ്. രമേശ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്, എൻ്റെ ഒരു സഹോദരനെ പോലെ കാണുന്ന ആളാണ്. പക്ഷേ രമേശ് ഉരുണ്ട് കളിക്കുന്ന കാരണം അതൊക്കെ തന്നെയാണ്. ഏതായാലും ഈ കേസ് അങ്ങനെ ചെറുതായി പോവില്ല. മുഴുവൻ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരെല്ലാം ശിക്ഷിക്കപ്പെടുന്ന കാണാനുള്ള അവസരം ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവും. ഈ രാഷ്ട്രീയ മേഖലയിലെ കൊള്ളയും പിടിച്ചുപറിയൊന്ന് അവസാനിക്കട്ടെ. ഇത് കാണുമ്പോഴുള്ള ദുഃഖം കൊണ്ട് പറയും, ഇത് അവസാനിക്കണ്ടേ. മോശം തന്നെ ജോലി, അത് നിർത്തട്ടെ. അതിനുള്ള സഹായം ദൈവം കൊടുക്കും തന്നെയാണ് എൻ്റെ അഭിപ്രായം. യെസ്, വളരെ നന്ദി ശ്രീ PC ജോർജ് ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്.